ഇതൊരു സാധാ ടൂറിസ്റ്റ് സ്പോട്ടല്ല. ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവന് വരെ ഭീഷണിയാവുന്ന ഒരു സ്ഥലമാണ്. അതെ, പാണിയേലി പോര്. ഇന്ന് നമ്മൾ പോകുന്നത് എറണാകുളം ജില്ലയിലെ വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പാണിയേലി പോരെന്ന് പറഞ്ഞ സ്ഥലമാണ്. അതെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. കാരണം കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ 90-ലും മേലെ ആൾക്കാരാണ് അവിടെ ജീവൻ പോയത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പോവുക, അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുക. അവിടേക്കുള്ള വഴികളൊക്കെ കിടിലം വഴികളാണ്, ഒരു രക്ഷയില്ലാത്ത വഴികളാണ്, നല്ല ആംബിയൻസ് ഉള്ള വഴികളാണ്. നമ്മളവിടെ എത്തി പാർക്കിങ്ങിനൊക്കെ ഇഷ്ടം പോലെ സ്ഥലം കേട്ടോ, കണ്ടമാന സ്ഥലമുണ്ട്. ബസ് വന്നാലും കാറ് വന്നാലും ഒക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഫ്രണ്ടിൽ തന്നെ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാണാം. നമ്മളവിടുന്ന് ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 60 രൂപയും കാറ് പാർക്ക് ചെയ്യാൻ 35 രൂപയാണ് വന്നത്. ഇവിടെ എൻട്രൻസിൽ തന്നെ നല്ല കിടിലം പടങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, മൃഗങ്ങളുടെ. പിന്നെ എനിക്ക് മാത്രമാണ് തോന്നിയത്, അത് 90-കളിലാണെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെ തോന്നിയാൽ ഈ എൻട്രൻസ് കാണുമ്പോൾ കുറേ നടക്കാനുണ്ട് കേട്ടോ ഉള്ളിലേക്ക്. അങ്ങനെ നടന്ന് ഇങ്ങനെ പോവുക. നല്ല സീനറികളൊക്കെ ഉണ്ട് സൈഡിൽ, നല്ല വെറൈറ്റി ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കുഞ്ഞ് ചായക്കട, അവിടെ തന്നെ അവർ താമസിക്കുന്നുണ്ട്. നോ ലിക്കർ, നോ സ്മോക്കിംഗ്. ഈ കാണുന്ന ബേസ് മൊത്തം ആക്ച്വലി മുള വെച്ചിട്ട് മുകളിലേക്ക് പണിത് നല്ല കിഡിലൻ സെറ്റപ്പ് ആക്കാനുള്ള പ്ലാനായിരുന്നു ഗവൺമെൻറ്റിൻ്റെ. ബട്ട് ഡ്രോപ്പ് ചെയ്തു, അതങ്ങോട്ട് പോയി ആസ് ഓൾവേസ്. അതുപോലെ കഫേ ഉണ്ട് അവർ തന്നെ. അവിടെ ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആരാണ് അവിടെ ഭക്ഷണം പാകം ചെയ്യുന്നത്? ചിലപ്പോൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി പറഞ്ഞതാവും. അതുമ്പോൾ തൊട്ടെണ്ണയിൽ കരിഞ്ഞു പോകും. ഇങ്ങനത്തെ കുഞ്ഞു അരുവികളുണ്ട് അവിടെ, അതൊക്കെ കാണാൻ നല്ല രസമാണ്. അതെ, പടം മാത്രമേ ഉള്ളൂ, ആനനെ കണ്ടില്ല. ഓരോ ഏരിയ എത്തുമ്പോഴും ഓരോ ടൈപ്പ് ഫ്രെയിമുകളാണ്. നല്ലൊരു വെറൈറ്റി ലുക്കുള്ള സ്ഥലം. നമുക്കൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫാമിലിയുടെ കൂടെ വന്നിരുന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം. അതും അധികം തിരക്കുണ്ടായില്ല ഞങ്ങൾ ചെന്നന്ന്. പിന്നെ മഴയുണ്ടായിരുന്നു കേട്ടോ. എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് കടക്കരുത്, അതുപോലെ വഴുക്കലുണ്ട്, ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന സ്ഥലം ശ്രദ്ധിച്ചോളൂ. ഈ കാണുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റും, ഇപ്പോഴല്ല, മഴയില്ലാത്തപ്പോൾ. ഇപ്പോൾ കണ്ടമാനം വെള്ളം കയറി കിടുക, അതാണ്. സഡൻ ഡ്രോപ്പ് എന്നുള്ള വാണിംഗ് സൈനേജ് ആണത്. അത് തന്നെ വീണ് കിടക്കുക, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചെറിയൊരു ട്രക്കിംഗ് ആണ്, അങ്ങനെ വലിയ വിഷമമുള്ളതൊന്നുമല്ല. വയസ്സായിരിക്കും വന്നാലും നമുക്ക് എൻഡ് വരെ പോയി എക്സ്പ്ലോർ ചെയ്യാം. മാലിന്യം വലിച്ചെറിയരുതെന്ന് പറഞ്ഞ ബോർഡ് വരെ വലിച്ചെറിഞ്ഞേക്കാം, അതാണ് അവസ്ഥ. ഇപ്പോഴേക്കും മഴ അത്യാവശ്യം സ്ട്രോങ് ആയി തുടങ്ങി. ഈ സൈനേജ് ഉണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. നേരത്തെ കാണിച്ചു തന്ന സ്ഥലം ഉണ്ടല്ലോ, അങ്ങോട്ട് ഈ വഴി പോകാൻ പറ്റും, പക്ഷെ ഇപ്പോൾ പറ്റില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ കാണുന്ന സ്പോട്ടിലേക്കാണ് നമുക്ക് പോകാൻ പറ്റുമായിരുന്നു. മഴ ഇല്ലാത്തപ്പോൾ ഇനി ഒരു തവണ വരണം, അപ്പോൾ നമുക്കറിയാം അങ്ങോട്ടൊക്കെ പോകാം, ആ ഏരിയ കാണാം. ട്രക്ക് ചെയ്യാൻ കുറേ സ്ഥലമുണ്ട്. ഇവിടെ ഒരു ചെറിയ ഏറുമാടം കണ്ടായിരുന്നു, പക്ഷെ അങ്ങോട്ട് ആക്സസ് ഇല്ല. ഇപ്പോൾ മഴ കാരണം അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഓരോ ഏരിയ കാണുമ്പോഴും ഒരു പ്രത്യേക ലുക്കാണ്. അതിൻ്റെ ഇടയിൽ പിള്ളേർക്ക് കളിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി കുറച്ച് നേരം വെള്ളത്തിൽ കളിച്ച്. കണ്ടാ എൻ്റെ മുതലെ കുഞ്ഞുങ്ങൾ. ഇത് ഞാൻ കുറച്ച് എസ്തറ്റിക് ഇടാൻ നോക്കിയതാണ്, പക്ഷെ ബാബു നമ്പൂതിരി ആയിപ്പോയി. ഇത് അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ല, ഒരു കിടിലൻ ഊഞ്ഞാലും ഒരു കസേരയും. തിരിച്ചു വരുന്ന വഴിയിൽ ഞങ്ങൾ അവിടെ കണ്ട ഒരു കടയിൽ കയറിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഓരോ ചെറുനാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ചു പോവാണ്. മൃഗങ്ങളൊന്നും കാണാത്ത കാരണം തൽക്കാലം ഞങ്ങൾ ഈ നാട്ടുപശുവിനെ കാട്ടുപശുവായി കരുതി അത് കണ്ട് ആശ്വസിച്ചു. ഈ പശുമ്പ പാല് കുടിയിന് നടന്ന് വയ്യാണ്ടായി സത്യം പറഞ്ഞാൽ. കണ്ടമാനം നടക്കാനുണ്ട്. ആ ഗ്രീൻ ഷർട്ട് ഇട്ട ചേട്ടൻ ഗുഡ് ബോയ്, ഓറഞ്ച് ഷർട്ട് ഇട്ട ചേട്ടൻ ബാഡ് ബോയ്. അപ്പം ശരി, വീണ്ടും വരാം. ഞങ്ങളായിരുന്നു ലാസ്റ്റത്തെ ആൾക്കാർ. കണ്ട അവിടെ ഒരൊറ്റ മനുഷ്യനില്ല, അവിടുത്തെ സ്റ്റാഫുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളെ വണ്ടി ഇറക്കി കൊണ്ടുവരുന്നുണ്ട്. ഈ സമയത്ത് എനിക്ക് ഈ നമ്മുടെ അനിരുദ്ധിൻ്റെ ബീജിയാണ് ഓർമ്മ വന്നത്. സേര സെക്കു സേര.
അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ആക്ച്വലി നല്ലൊരു സ്പോട്ടാണ്. ഒരു 1 ഡേ ട്രിപ്പായിട്ട് നമുക്ക് ഫാമിലിയായിട്ട് പോയിരുന്ന് എൻജോയ് ചെയ്ത് വരാവുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ ഇപ്പോൾ വരാൻ പ്ലാൻ ചെയ്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും പോവാം. കാരണം ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ്. ഇനി കുറച്ച് ഇങ്ങനെ ഇരുന്ന് നോക്കാം, അല്ലെങ്കിൽ അങ്ങോട്ട് നോക്കി നോക്കാം, അല്ലെങ്കിൽ വേണ്ട ഇങ്ങോട്ട് നോക്കി നോക്കാം. എന്ത് തേങ്ങയിലാവട്ടെ. അപ്പോൾ ഓക്കെ, ബൈ ദ ബൈ.